ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പുതിയ വാർത്ത, ചൂടുള്ള വാർത്ത എന്നൊക്കെ പറയുന്നത്. ജിസയിൽ, എൻ്റെ ഒരു ഇതിൽ ജിസയിൽ അങ്ങ് ലാസ്റ്റ് നിമിഷം വരെ ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ ഓർത്തുന്നത്. ടോപ്പ് 5 ജിസയിൽ കാണും എന്നൊക്കെയാണ് ഓർത്തത്. ഒരു ഗെയിമും അവിടെ കണ്ടിട്ടില്ല. ആകെ കൂടി അലു പൊറോട്ട അത് ഏകദേശം നിന്ന പോലെയാണ്. പിന്നെ ആര്യൻ്റെ പറയാണ് ഇപ്പോൾ ഇതായിരുന്നു കണ്ടന്റ്. ഏതായാലും ജിസയിൽ പുറത്തായെന്നാണ് ഇപ്പോൾ പുതിയ വാർത്ത കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒനിയിൽ പുറത്തായെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞാണ്. ആ കൂടെ നെവിനാണോ സാബുമോനാണോ ആദിലയാണോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഏതായാലും ലാസ്റ്റ് കിട്ടിയ വിവരം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഓട്ടൊക്കെ ഉണ്ടായിരുന്നു. അൺഒഫീഷ്യൽ ഓട്ടിൽ ജിസേലിന് ഓട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം തിരിച്ചു മറിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. ജിസേലാണ് ഔട്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ അറിവ്. അപ്പോൾ ഒനിയിലും ജിസേലുമാണ് പോയിരിക്കുന്നത്. എന്തായിരിക്കാം കാരണം? നമുക്ക് പല അഭിപ്രായം പറയാം. ഈ രണ്ടമ്മമാർ വന്നിട്ട് രണ്ടമ്മമാരുടെ പ്രകടനം, ആര്യൻ്റെ അമ്മയുടെ പ്രകടനം സൂപ്പറാണ്. വേണമെങ്കിൽ ഇനി ബിഗ് ബോസിൽ അവരെ മത്സരാർത്ഥിയായിട്ട് എടുക്കാം. ആര്യൻ്റെ അമ്മയും ചേട്ടനെയൊക്കെ അവരത്രയും ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നവരാണ്. പക്ഷേ ജിസേലിൻ്റെ അമ്മ, ഇന്ത്യൻ നാഷണൽ മോഡൽ ജിസേലിൻ്റെ അമ്മ, പേര് ഇച്ചിരി പഴയ പേരാണ് പൊന്നമ്മ. അതേപോലെ തന്നെയാണ് പുള്ളിക്കാരത്തിയുടെ ചിന്താഗതി, പഴയ ചിന്താഗതിയാണ്. കാരണം ആര്യനോട് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമില്ലെങ്കിലും ആ ഹൗസിലെത്തുമ്പോൾ അത്രമേൽ അവഗണനയും മൈൻഡ് ചെയ്യാതെയോ നോക്കാതെയോ മിണ്ടാതെ ഇരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് മണിക്കൂറോളം ആ പയ്യൻ ഇരുന്നല്ലേ എന്ത് ഇതുണ്ടേലും മിണ്ടാം. അതിലുപരി ഞാൻ എപ്പോഴും വാദിക്കുന്നത്, ആര്യനെ പാവാടത്തുമ്പി കെട്ടിയിട്ട് സാരിത്തുമ്പി കൊണ്ട് നടക്കുന്നത് ജിസേലാന്നുള്ള രീതിക്കാണ് ആ ഹൗസിലുള്ളവർ മുഴുവൻ സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ആര്യൻ ജിസേലിൻ്റെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നതായിട്ടല്ലേ. ജിസേലാണ്. ജിസേൽ പിന്നെ അവിടെ ഓരോരുത്തരെയും എടുത്തിരിക്കുന്ന കണ്ടന്റ് എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി, ഈ പൊറോട്ട ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുത്തും കാപ്പിപ്പൊടി കട്ടെടുത്ത് കൊടുത്തു പഞ്ചസാര കട്ടെടുത്ത് കൊടുത്തു ഇങ്ങനെ ഫുഡിൻ്റെ രീതിയിൽ. പിന്നെ ഹൃദയത്തിലേക്കുള്ള വഴി ഫുഡാന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരുടെയും ഹൃദയത്തിലേക്കുള്ള വഴി ജിസേൽ വെട്ടി തുറന്നത് ഫുഡ് വഴിയായിരുന്നു. ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ആദ്യം തൊട്ട് വാച്ച് ചെയ്യുവാണെങ്കിൽ ലാലേട്ടനെ അനുസരിച്ചില്ല, ബിഗ് ബോസിനെ അനുസരിച്ചിട്ടില്ല. ബിഗ് ബോസിൻ്റെ നേരത്തെ ആയതുകൊണ്ട് ഒരു ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണമെന്നുള്ള എല്ലാ തരികടയും അറിയാം. ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ബിഗ് ബോസിലോട്ട് വിളിച്ചാൽ പോകുന്നു, എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി. കാരണം ബിഗ് ബോസിൽ ഈ 100 ദിവസം നിൽക്കുന്നതിൻ്റെ ഒരു നിയന്ത്രണങ്ങളൊന്നും പുള്ളിക്കാരത്തിയെ ബാധിക്കില്ല. പുള്ളിക്കാരത്തിയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ബിഗ് ബോസിൽ പോക്ക് ഒരു ബോറടി ആവുന്നില്ല പുള്ളിക്കാരത്തിക്ക്. അവർ പറയുന്ന നിയമമൊന്നും പാലിക്കുന്നില്ല, പിന്നെ എന്ത് ബോറടിക്കാനാണ്. അപ്പോൾ ഏതായാലും ജിസേൽ ആ ഒരു എവിഷൻ നമ്മളെ മൊത്തത്തിലൊന്ന് തകർത്ത് കളഞ്ഞ പോലെ ആകാം. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഈ വസ്ത്രധാരണ രീതിയും 0 സൈസും ഇതൊന്നും കാണാൻ പറ്റിയെന്നുള്ള ഒരു വലിയ വിഷമം കുറേ ആൾക്കാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ആര്യൻ ഇനി ചിലപ്പോൾ കളിച്ചെന്നിരിക്കും നന്നായിട്ട്. കാരണം ഗെയിമിലൊക്കെ ആര്യം മിടുക്കനാണ്. ആര്യൻ്റെ ചേട്ടനെ കണ്ടിട്ടും അമ്മയെ കണ്ടിട്ടും ഒക്കെ അവർ നല്ല ആക്റ്റീവാണ്. ആര്യൻ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. പക്ഷേ ഇനിയൊന്ന് നന്നായിട്ട് കളിക്കും. ജിസേലിന് ഈ പറയുന്നത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മലയാളി പെൺകുട്ടിയാണ്, ആലപ്പുഴക്കാരിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ജിസേൽ അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലെന്നുള്ള ഒരു പരമാർത്ഥമാണ്. ഒരു ഗെയിമും ഇല്ല. അപ്പോൾ എന്നോ ഔട്ടാകാൻ യോഗ്യതയുണ്ട് ജിസേലിന്. അപ്പോൾ ഇനിയിപ്പോൾ 2ആയിട്ട് കിടപ്പൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അധികം മുന്നോട്ട് വലിച്ചു നീട്ടണ്ടെന്ന് ബിഗ് ബോസിന് തോന്നിയായിരിക്കും. കാരണം വോട്ടുള്ളതായിട്ടാണ് അറിയാവുന്നത്. നെവിൻ്റെ വോട്ട് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സാബുമോന്, ആദില ഒക്കെ നിൽക്കുമ്പം ജിസേൽ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജിസേൽ ഔട്ടായെന്നുള്ളതാണ്. എനിക്ക് വലിയ സങ്കടമില്ല കേട്ടോ. എനിക്ക് ജിസേലിനെ തുടക്കം തൊട്ട് അത്ര വലിയ ഇഷ്ടമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.